ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. ഇതിനായിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ആവശ്യമുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല ചിക്കനെ തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് അടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അപ്പം പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ചിക്കൻ വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. മുഴുവൻ ചിക്കൻ ഈ പാത്രത്തിൽ പോകത്തില്ല, അതുകൊണ്ട് രണ്ടായിട്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊന്നും ഒരുപാട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇത് എണ്ണയിൽ നിന്ന് വാങ്ങാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചിക്കനോട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഇതും കോരിയെടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഊറ്റിയെടുക്കാം. ഈ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് സവോളയൊക്കെ വഴണ്ട് കിട്ടും. ഇതിലേക്ക് 2 വലിയ തക്കാളി, ഇത് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. ഇതും ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 15 കാഷ്നട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. അപ്പം പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വെക്കും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തോടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി സവോള എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാനിപ്പം ബട്ടർ ഇതിലിട്ട് കൊടുത്തത്. ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഈ ജീരകമൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും കാഷ്നട്ടെല്ലാം കൂടെ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പം ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവയില ഉണക്കി പൊടിച്ചാണ്. ഇത് പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും.
ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതെല്ലാം അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബട്ടർ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.